ഹായ്. ഇപ്പോൾ ഇനി ഈ കാര്യം പഠിച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. കാരണം ഇനി അങ്ങോട്ടുള്ള പാഠഭാഗങ്ങളിലൊക്കെ വളരെ പ്രധാനമായിട്ടും ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ പഠിച്ചിരിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനി ബാക്കിയുള്ള പാഠങ്ങളൊക്കെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വളരെ ചെറിയ വീഡിയോയിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക. നമുക്ക് എന്തായാലും അധികം സമയം കഴിയാതെ പെട്ടെന്ന് അതെന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാതെ കണ്ടുപിടിക്കണം. അതിനുള്ളൊരു ക്ലൂ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 23 ഗുണിക്കണം 456 23 × 456. അത് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം എത്രയാണ്? 10,488. 10,488 ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം. അങ്ങനെയാണെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ചെയ്ത് നോക്കാതെ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇതെങ്ങനെ ചെയ്യാൻ നോക്കിയാലോ? സിമ്പിളാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെയുള്ള നമ്പറുകൾ ഏതൊക്കെയാണ്? ആദ്യം 23 ഇൻറ്റു ആണ് അല്ലേ? അതിൽ 2 ഉണ്ട് 3 ഉണ്ട്. ഇവിടെയുള്ള എല്ലാ ചോദ്യങ്ങളും നോക്കിക്കേ, ഇവിടെയും 2ഉം 3ഉം ഉണ്ട്, ഇവിടെയും 2ഉം 3ഉം ഉണ്ട്, ഇവിടെയും 2ഉം 3ഉം ഉണ്ട്, ഇവിടെയും ഉണ്ട് 2ഉം 3ഉം. പിന്നെ അതുപോലെ അതേ ഗുണിക്കണം എന്താണ്? 4ഉം 5ഉം 6 ഉള്ളൊരു നമ്പറാണ്. ഇതിൽ നോക്കിക്കേ, ഇതിലുണ്ട് 4ഉം 5ഉം 6ഉം, ഇതിലുണ്ട് 4ഉം 5ഉം 6ഉം, ഇവിടെയുണ്ട് 4ഉം 5ഉം 6ഉം, ഇവിടെയുണ്ട് 4ഉം 5ഉം 6ഉം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെ നമ്പറുകളാണ് തന്നത് അതേ നമ്പറുകളാണ് ബാക്കിയുള്ള എല്ലാ ചോദ്യത്തിലുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉത്തരത്തിൽ ഏതൊക്കെ നമ്പറുകളാണ് ഉള്ളത് അത് തന്നെ ആയിരിക്കും ബാക്കിയുള്ള എല്ലാ ഉത്തരത്തിലും. ഇവിടെ ഏതൊക്കെ നമ്പറുകളാണുള്ളത്? 1, 0, 4, 8, 8 അല്ലേ? അത് തന്നെ ആയിരിക്കും ബാക്കിയുള്ള എല്ലാ ഉത്തരത്തിലും വരിക. എന്തൊക്കെയാണ്? 1, 0, 4, 8, 8 1, 0, 4, 8, 8 1, 0, 4, 8, 8 1, 0, 4, 8, 8. ഉത്തരത്തിലൊക്കെ സെയിം നമ്പറുകളായിരിക്കും വരിക. പക്ഷേ ഇവിടെ ചോദ്യത്തിൽ പോയിന്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഉത്തരത്തിലും ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒരു പോയിന്റ് വരും. ആ പോയിന്റ് എവിടെയൊക്കെയാണ് വരിക എന്നുള്ള കാര്യമാണ് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ. ഇവിടെ നോക്കിക്കേ, ഈ ചോദ്യത്തിൽ എത്ര പോയിന്റുകളാണുള്ളത്? ഈ 4, 5, 6 പോയിന്റ് ഇല്ല. ഈ 23 പോയിന്റ് ഉള്ളത്. എത്ര നമ്പർ ബാക്കിൽ നിന്ന് ഇടവിട്ടിട്ടാണ് പോയിന്റ് ഉള്ളത്? ഈ 3 എന്നുള്ള നമ്പർ കഴിഞ്ഞ അപ്പോൾ തന്നെ പോയിന്റാ അല്ലേ? അപ്പോൾ ഒരു നമ്പർ പിറകിൽ നിന്ന് ഇടവിട്ടിട്ടാണ് പോയിന്റ് വന്നത്. അപ്പോൾ ചോദ്യത്തിൽ ആകെ ഒരു പോയിന്റ് ഉള്ളത്, ഒരു നമ്പർ ഇടവിട്ടിട്ടാണ് പോയിന്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിൽ ഒരു നമ്പർ ബാക്കിൽ നിന്ന് ഇടവിട്ടിട്ട് പോയിന്റ് വേണം. ഇവിടെ ചോദ്യത്തിൽ ഒരു നമ്പർ ഇടവിട്ടിട്ട് പോയിന്റ് ഉണ്ട്. അപ്പോൾ ഉത്തരത്തിൽ ഒരു നമ്പർ ഇടവിട്ടിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. ഒരു നമ്പർ ഇടവിട്ടിട്ട് പോയിന്റ് ഇട്ട് കൊടുത്താൽ എന്തായിരിക്കും? 1048.8. അത് തന്നെയാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരമോ? ഇവിടെ ഒരു നമ്പർ ഇടവിട്ടിട്ട് പോയിന്റ്, ഈ 4, 5, 6 ഇതിലുണ്ട് പോയിന്റ് അല്ലേ? ഇവിടെയും ഒരു നമ്പർ ഇടവിട്ടിട്ട് പോയിന്റ്. അപ്പോൾ ചോദ്യത്തിൽ ആകെ 1, 1 ഇവിടെയും ഒരു നമ്പർ ഇടവിട്ടിട്ട് പോയിന്റ്, ഇവിടെയും ഒരു നമ്പർ ഇടവിട്ടിട്ട് പോയിന്റ്. അപ്പോൾ ആകെ 1, 2 നമ്പർ ഇടവിട്ടിട്ട് പോയിന്റ് ഉണ്ട് ചോദ്യത്തിൽ ആകെ അല്ലേ? ഇവിടെ 1 ഇവിടെ 1 അങ്ങനെ ആകെ 2 എണ്ണം. അപ്പോൾ ഉത്തരത്തിലും 1, 2 നമ്പർ ഇടവിട്ടിട്ട് വേണം പോയിന്റ്. 104.88 ഇതിന് ഉത്തരം. സിമ്പിളല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് അടുത്ത ചോദ്യം. ഇവിടെ നോക്കിക്കേ, ഇവിടെ പോയിന്റ് ഒന്നുമില്ല. ഇവിടെ 1, 2 നമ്പർ ഇടവിട്ടിട്ട് പോയിന്റ്. അപ്പോൾ ചോദ്യത്തിലാകെ 2 നമ്പർ ഇടവിട്ടിട്ടുള്ള പോയിന്റ് ആണത്. അപ്പോൾ ഉത്തരത്തിൽ എന്ത് വേണം? 1, 2 നമ്പർ ഇടവിട്ടിട്ട് പോയിന്റ് കൊടുക്കണം. കണ്ടോ? ഇതിന് ഉത്തരവും സെയിം ആണ്. ഇവിടെ 2 നമ്പർ ഇടവിട്ടിട്ട് പോയിന്റ്, ഇവിടെ 2 നമ്പർ ഇടവിട്ടിട്ട് പോയിന്റ്. അപ്പോൾ പോയിന്റുകൾ മാറുന്നതനുസരിച്ച് ചിലപ്പോൾ ഉത്തരങ്ങൾ സെയിം ആവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2, 3 ഇതിന് 3 കഴിഞ്ഞ അപ്പോൾ അതിന് പോയിന്റ്. ഇവിടെ ഒരു നമ്പർ ഇടവിട്ടിട്ട് പോയിന്റ്. ഈ 4, 5, 6 1, 2 നമ്പർ ഇടവിട്ടിട്ട് പോയിന്റ്. അപ്പോൾ ഇവിടെ ഒരു നമ്പർ ഇടവിട്ടിട്ട് പോയിന്റ്, ഇവിടെ 2 നമ്പർ ഇടവിട്ടിട്ട് പോയിന്റ്. അപ്പോൾ ചോദ്യത്തിൽ ആകെ എന്താണ്? ഇവിടെ 1, ഇവിടെ 2 ആകെ 3 നമ്പർ ഇടവിട്ടിട്ട് പോയിന്റ് ഉണ്ട്. അപ്പോൾ ഉത്തരത്തിൽ നോക്കിക്കേ, 1, 2, 3 നമ്പർ ഇടവിട്ടിട്ട് പോയിന്റ് വേണം. ഈ ചോദ്യത്തിന് ഉത്തരം ഇതാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് ഈ കാര്യം നിങ്ങൾക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ സ്വന്തമായിട്ട് കമൻറ്റിലിടുക. അതുപോലെ തന്നെ മാഷ് ഓരോ ചോദ്യങ്ങൾ വായിക്കുമ്പോഴും അതിന് ഉത്തരം അറിയുന്നവരൊക്കെ അപ്പോൾ ആ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ആൻസർ പറയാനുള്ള അടുത്ത ചോദ്യമാണ്. ഇതിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് മാഷ് വീണ്ടും വരും. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിലും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ആ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ മാഷ് പേര് ഷമീം കേട്ടോ.
നിങ്ങൾ 7ാം ക്ലാസ്സുകാർ മാഷ് കുട്ടിപ്പ എന്നൊക്കെ സ്നേഹത്തോടെ വിളിക്കാറുണ്ട്. അപ്പോൾ കുട്ടിപ്പ എന്തായാലും ഇനി അടുത്ത ഇതുപോലെയുള്ള നല്ല രസമുള്ള വീഡിയോസായിട്ട് ഇനി വരാം. ബൈ ബൈ.